കൺസിസ്റ്റൻസി ഈസ് ദ കീ ഫോർ സക്സസ്. സ്ഥിരത നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. നമ്മൾ ഒരു കാര്യം വല്ലപ്പോഴും ചെയ്യുന്നതും എന്നാൽ ഒരേ കാര്യം ദിവസവും ചെയ്യുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തന്നെയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും. ഒരേ കാര്യം സ്ഥിരതയോടുകൂടി ചെയ്യാം. സ്ഥിരതയുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇന്ന് കുറച്ച് ചെയ്ത് നാളെ ചെയ്യാതിരുന്ന് അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ മാത്രം ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ കാര്യം നമ്മളിലേക്ക് ഒരിക്കലും എത്താൻ സാധ്യത കുറവാണ്. അപ്പം മാക്സിമം സ്ഥിരതയോടുകൂടി പഠിക്കുക. പഠിത്തം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. കിട്ടുന്ന ടൈമിലെല്ലാം പഠിക്കുക. നമ്മൾ പല്ല് തേക്കുന്ന പോലെ അല്ലെങ്കിൽ കുളിക്കുന്ന പോലെ പഠിത്തവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ദിവസം കുറച്ച് പഠിക്കുക. ഇന്ന് മുതലാണ് നിങ്ങൾ തുടങ്ങണമെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കുക. നാളെ ഇതേ ടൈമിൽ തന്നെ പഠിക്കുക. ആ 1 മണിക്കൂർ പഠിച്ചതിന് ശേഷം അതൊരു 1.5 മണിക്കൂറാക്കുക. അങ്ങനെ അതേ ടൈമിൽ പഠിച്ചിട്ട് നമ്മൾ ആ ടൈം കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറും പഠിത്തം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ തന്നെ പ്രഷറൈസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും പഠിക്കുന്നുണ്ടാവും, ഞാനൊരു ബിഗിനറാണ്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ എന്തിനാണ്? അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് വൈബേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രഷറൈസ് ചെയ്യാതെ കിട്ടുന്ന ടൈം അതൊരു മണിക്കൂറാണെങ്കിൽ പോലും നല്ല ഫോക്കസ്ഡായിട്ട് ഡിറ്റർമൈൻഡായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മാർക്ക് കുറഞ്ഞെന്ന് കണ്ടാൽ പിന്നെ വീണ്ടും നെഗറ്റിവിറ്റി. പക്ഷെ അത് കണ്ടിട്ട് ഒരിക്കലും പേടിക്കരുത്. ആ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ധൈര്യം നമുക്ക് എവിടെ നിന്ന് വന്ന്? നമ്മൾ പഠിച്ചുകൊണ്ടല്ലേ. സോ അതിലൊന്നും തളരാതെ അതിന് നമുക്ക് എന്താണോ തെറ്റ് പറ്റിയത് ആ തെറ്റ് കണ്ടെത്തി തെറ്റ് തിരുത്തി പഠിക്കാം. പിന്നെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു ടൈം ഉണ്ടാവും. നമ്മൾ കൂടുതലും ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഒരു ടൈം. ആ ടൈം ഏതാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക. അത് നമുക്കേ പറ്റുള്ളൂ. അത് ഓരോരുത്തരുടെ ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് രാവിലെ എണീച്ച ആ ഒരു 2-3 മണിക്കൂർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടൈമിൽ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ഫീൽ തന്നെയാണ് വരിക. സോ അതുപോലെ നിങ്ങൾക്കും ഓരോരോ ടൈം ഉണ്ടാവും. ആ ഗോൾഡൻ ഹവർ നമുക്ക് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അതും ടഫായ ചാപ്റ്റേഴ്സ് പഠിക്കാൻ ആ സമയങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ പഠിക്കാൻ നമുക്ക് ബാക്കിയുള്ള ടൈം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് നല്ല ലൈറ്റുള്ള സ്ഥലത്തിരുന്ന് പഠിക്കാം. നമുക്ക് പഠിക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം വരലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിം ലൈറ്റിൽ പഠിച്ചാൽ മിക്കവാറും വീണ്ടും കിടന്ന് ഉറങ്ങാനേ സാധ്യതയുള്ളൂ. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയിരുന്ന് പഠിക്കാം. രാത്രിയാണ് പഠിക്കുന്നത് വെച്ചാൽ രാത്രി നല്ല ലൈറ്റ് ഇട്ടിട്ട് പഠിക്കാം. ചെറിയ ടേബിൾ ലാമ്പൊന്നും യൂസ് ചെയ്യാതെ നല്ല ബ്രൈറ്റനായ ലൈറ്റിൻ്റെ മുന്നിലിരുന്ന് പഠിക്കാം. പിന്നെ ഇതിലെല്ലാം ഉപരി നമ്മളെ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉറങ്ങുക, നല്ല ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാമപ്പെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇതെല്ലാം നമ്മളെ പഠനത്തെ വളരെയധികം പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഒരു 6-7 മണിക്കൂർ ഉറങ്ങും. പിന്നെ പരീക്ഷയുടെ ചൂട് വരുമ്പോൾ നമുക്ക് ആ ഉറക്കം 6-7 എന്നുള്ളതൊക്കെ ഒരു 4-5 ഒക്കെ ആവും. ഒന്നും കുഴപ്പമുള്ള കാര്യമില്ല. എന്നാലും മാക്സിമം 5 മണിക്കൂറിൽ താഴെ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മളെ ഗോളിനെ കുറിച്ചിട്ട് ആലോചിക്കുക. എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുക. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആവുക. ഇന്നത്തെ ദിവസം ഞാൻ ഫസ്റ്റ് പഠിച്ചത് മലയാളം ഒന്ന് റിവൈസ് ചെയ്യാണ്ടായിരുന്നു, കുറച്ച് പര്യായങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ കുറച്ച് കറണ്ട് അഫെയർസ് പഠിച്ചു. അതിനുശേഷം കുറച്ച് SCERT പോർഷൻസാണ് പഠിച്ചത്. അങ്ങനെ പിന്നെ കൺസിസ്റ്റൻസി ഇല്ലാതെ ഒന്നും നടക്കില്ല. ഡെയിലി കുറച്ച് പഠിച്ച് അത് കൂട്ടി വരിക. അപ്പോൾ നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.